എക്സാം ഫസ്റ്റ് ടൈം എക്സാമിന്റെ മാത്സിന്റെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ മെത്തേഡുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻസുകളുണ്ട്, പക്ഷേ ഓരോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ഓരോ മെത്തേഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിപ്പോൾ ഒറ്റ ക്ലാസ്സേ കാണുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ടഫായിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിൽ കൂടെ മാത്രമേ അതിനെ നമുക്ക് ചെയ്യാൻ അറിയുള്ളൂ എന്ന് പറയും. അതിനാണ് നിങ്ങൾ 1-2-3 ക്ലാസ്സുകൾ കാണുമ്പോഴായിരിക്കും പല മെത്തേഡുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഈ പ്രോബ്ലം തന്നെ നമ്മൾ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ പ്രോബ്ലം ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ അവിടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. The fourth term of an arithmetic sequence is 80 and the 7th term is 60. What is its 10th term and what is its first term? ഈ ക്വസ്റ്റ്യന്റെ അരിത്മെറ്റിക് സീക്വൻസിലെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൂടെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പൊ അതിനുള്ളിലുള്ള ആ സംഭവം നമുക്കൊന്ന് കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഫോർത്ത് ടേം തന്നേക്കുന്നത് ആരായിരുന്നു? 80 ആണ്, 80 അല്ലെ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ x4 എന്നെഴുതാം. x4 ഈക്വൽ എത്രയാണ്? 80. നെക്സ്റ്റ് ഏത് ടൈം ആണ്? 7th ടൈം. 7th ടൈം ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 60 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് x7 ഈസ് ഈക്വൽ എത്രയാണ്? 60. നോക്കിക്കേ, ചോദിച്ചത് ഏത് ടൈം അവനെ? 10th ടൈം. നെക്സ്റ്റ് ഏതാണ്? ഫസ്റ്റ് ടൈം. അപ്പൊ നമുക്കൊരു ഇങ്ങനെ എഴുതുവാണെങ്കിൽ 4th, പിന്നെ ആരായിരുന്നു? 7th, ചോദിച്ചിരിക്കുന്നത് 10th ടൈം, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 4th ടൈം എത്രയായിരുന്നു? 80, പിന്നെ ആരാണ്? 60. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടല്ലോ, 4th നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 4th ഉം 10th ഉം ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റും 10th ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. 4th ഉം 7th ഉം തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ടേംസുകൾ ഒന്ന് നോക്കിക്കേ. ഞാൻ പറയാതെ തന്നെ ഈ ടേംസുകൾ തമ്മിൽ ഒരു പ്രത്യേകതയുണ്ട്, ചെറിയൊരു പണിയുണ്ട്. നമ്മൾ നോക്കിക്കേ. ഫസ്റ്റ്, 4th, 7th, 10th ഇതെല്ലാം 3ന്റെ വ്യത്യാസത്തിലാണ് പറയുന്നുണ്ടോ. 1 3 4, 4 3 7, 7 3 10 ഒരേ വ്യത്യാസത്തിലാണ്. അപ്പോൾ ഈ ടേംസുകളും ഒരേ വ്യത്യാസത്തിലായിരിക്കും പോകുന്നത്. അതാണ് ഈ പ്രോബ്ലം ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ 4th ടൈം 80, 7th ടൈം 60. അപ്പോൾ 20 കുറഞ്ഞിട്ടില്ലയോ? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 20 കുറഞ്ഞില്ലയോ? അപ്പോൾ ആ 4th നിന്ന് 7th എത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈംസിന്റെ വ്യത്യാസമാണ്. അപ്പൊ 7th നിന്ന് 10th എത്താനും 3 ടൈംസിന്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ഡിഫറൻസ് തന്നെയായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്നും 80 നിന്നും 20 കുറഞ്ഞാണ് 60 ആയത്. അങ്ങനെയാണ് 60 നിന്നും 20 കുറഞ്ഞ് 40 ആയിരിക്കും 10th ടൈം. ഓക്കെ, വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ മെത്തേഡ്. നെക്സ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് ടൈം. ഇവിടെ നോക്കിക്കേ, വ്യത്യാസം എത്ര? 3 അല്ലേ? ഫസ്റ്റ്, 4th. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 40, 60, 80, 100 അത്രേ ഉള്ളൂ. അപ്പൊ ഈ ടൈം ആരായിരിക്കും? 100. അത്രേ ഉള്ളൂ. കണ്ടോ, ഇങ്ങോട്ട് വരുന്നത് കൂടിക്കൊണ്ടിരിക്കുക. ഈ ഡിഫറൻസ് 3 അല്ലെ. ഇവിടെ എല്ലാം ഡിഫറൻസ് 3. അപ്പൊ ഡിഫറൻസ് 3 ആവുന്നിടത്തെല്ലാം 80, 60 വ്യത്യാസം 20 ആണെങ്കിൽ ആ ഡിഫറൻസിൽ പോകുന്ന ടേംസുകളെല്ലാം ഒരേ വ്യത്യാസത്തിലായിരിക്കും ടേംസും പോകുന്നത്. ഇവിടെ കണ്ടല്ലോ, 60 40 ആയി, ഇവിടുന്ന് 80 100 ആയി. കണ്ടല്ലോ, 20ന്റെ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി ഇതിനെ നമുക്ക് അല്ല ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ഇതൊരു നമ്മളൊരു ലോജിക് മെത്തേഡ് ആയിരുന്നു. ഇനി ഇതിന്റെ ആക്ച്വൽ നമ്മുടെ ഓൾജിബ്രൈക് മെത്തേഡ് നോക്കാം. x4 ഈക്വൽ ടു 80, x7 ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ നമുക്ക് d കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു d കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ബൈ td ബൈ pd എന്നോ. ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കേ. 60 മൈനസ് 80 മണ്ടയ്ക്ക് എഴുതണേ. 60 മൈനസ് 80 ബൈ പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 4, ദാറ്റ് ഈസ് ഡിഫറൻസ് താഴെ. ഓക്കെ, 60 മൈനസ് 80 എന്ന് പറയുമ്പോൾ മൈനസ് 20 ബൈ 3. അപ്പോൾ മൈനസ് 20 ബൈ 3 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് എന്ത് ടൈമാ? നമുക്ക് 10th ടൈം വേണം അല്ലേ. 10th ടൈമിനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ടല്ലോ. 10th ടൈം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ ഏത് ടൈം ഉണ്ട്? 7th ടൈം ഉണ്ടല്ലോ. 7th ടൈം 60. 7th ടൈമിൽ നിന്നും 10th ടൈമിലോട്ട് പോകാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 10th ടൈം ഈസ് ഈക്വൽ ടു, ഓർക്കാൻ പറ്റുന്നെങ്കിൽ പറയാം, ഈ ട്രിക്ക് പഠിച്ചിട്ടുണ്ടോ നോക്കുക. 7th ടൈം പ്ലസ് 3d. ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ x7 പ്ലസ് 3d എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ
ഏഴാമത്തെ ടേമിനോട് കൂടി ഒരു 3D കൂട്ടുമ്പോൾ 10ാമത്തെ ടേം കിട്ടും. കാരണം ഏഴാമത്തെ ടേമിൽ നിന്നും 10ലെത്താൻ എത്ര 3 അല്ലയോ, അതാണ് 3 ടൈംസ് ഓഫ് t. ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് വളരെ ഈസി ആവും. That is equal to x7. What is x7? ഏഴാമത്തെ ടൈം എത്രയായിരുന്നു 60. അപ്പോൾ ഇവിടോട്ട് 60 അല്ലേ, പ്ലസ് 3 into what is d minus 20/3. 3 cancel. അപ്പൊ നോക്കിക്കേ 60 പ്ലസ് മൈനസ്, അപ്പൊ ഈ പ്ലസ് മൈനസ് ഇവിടെ മൈനസ് ആയിക്കൊണ്ട് 60 മൈനസ് 20 നമുക്ക് ആരെ കിട്ടി 40. നോക്കിക്കേ 10 ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 40. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഏത് ടൈം വേണമെങ്കിൽ ഫസ്റ്റ് ഡേ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി വേണമെങ്കിൽ 7th വെച്ചോണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇച്ചോട്ട് അടുത്തുണ്ടല്ലോ. ഫസ്റ്റ് ടൈമായിട്ട് അടുത്ത ആരുണ്ട്, ഫോർത്ത് ടൈമായിട്ട് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഫോർത്ത് ടൈമിൽ നിന്നും 3D കുറയ്ക്കണം മോനെ, 3D കുറയണം. കാരണം എന്തുകൊണ്ടാ, പുറകോട്ടാ വരുന്നത്. ഫോർത്തിൽ നിന്നും ഇങ്ങോട്ടാ, ഫസ്റ്റിലോട്ട് പുറകോട്ടാ വരിക. മുന്നോട്ട് പോകുമ്പോൾ പ്ലസ് ഇടണം, പുറകോട്ട് വരുമ്പോൾ മൈനസ് ഇടണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x4 minus 3d. x4 ഫോർത്ത് ടൈം എത്രയായിരുന്നു 80 അല്ലേ, 80 minus 3 into minus 20/3 നമ്മുടെ d. ഓക്കെ, എന്ത് സംഭവിക്കും? എളുപ്പമല്ല. എന്തായിരിക്കും സംഭവിക്കുന്നത്? വരട്ടെ, 2 3 ക്യാൻസൽ ആവും കണ്ടോ, ഇതങ്ങോട്ട് വെട്ടിക്കളയുക. പിന്നെ 2 മൈനസ് പ്ലസ്, ആൻസർ 80 പ്ലസ് 20, ആൻസർ ആരായി മോനെ 100. നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു 100 കണ്ടല്ലോ. അപ്പോൾ 2 മെത്തേഡ്. ഇങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുന്ന പല മെത്തേഡുകളെ തലയ്ക്ക് വെച്ച് വെച്ചാൽ ഓക്കെ അല്ലയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ സർക്കിൾസ് ഉള്ളിൽ നിന്നാണ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഫോർമുലാസ് അല്ല, ഫിഗർ കണ്ട് നമുക്ക് ഐഡിയ വരണം. ഈ ഐഡിയ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളെ പറഞ്ഞു തന്നാൽ കുറെ കത്തും. ഇത് പറഞ്ഞ് കിട്ടാത്തടത്തോളം നമുക്ക് അത്ര എളുപ്പമല്ല ഇതിന്റെ ആൻസർ കിട്ടാൻ. ഈ ക്വസ്റ്റ്യൻ പക്ഷെ വളരെ ഈസി ആയിട്ടുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെ. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറെ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കിട്ടുക ആകെ പ്രശ്നം. എന്നാലും ഇത് എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിനുള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് ABCD. ഇത് നമ്മൾ ഇന്റർസെക്ട് ചെയ്തേക്കുന്ന പോയിന്റ് P ആണ്. എന്നിട്ട് ഒരു 3 ആംഗിൾസ് ഉണ്ട്. ഇത് മാത്രം 50, ഇവിടെ 30, ഇവിടെ 45. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D. ഇത് മുഴുവനായിട്ട് കണ്ടുപിടിക്കണം. ഇപ്പൊ ആംഗിൾ A ഇത് ഒന്നുമേ ഇല്ല. ആംഗിൾ D തന്നെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ചേർന്നെങ്കിൽ ആംഗിൾ D ഫുൾ ആവത്തുള്ളൂ. ഇവിടെ C ഫുള്ളിൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ചേരുമ്പോഴാണ് ആംഗിൾ C ഫുൾ ആവുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഫുൾ എല്ലാം ഫുൾ ആംഗിൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഫുൾ മനസ്സിലായി, ഇത്രയും കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ 30 ഉള്ളൂ. ഇപ്പൊ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് C നമുക്ക് ഫുൾ കിട്ടത്തില്ല. അപ്പൊ അതിനുള്ള വഴി ഇവിടെ നോക്കിക്കാൻ പോലെ ഇത് 50, ഇത് 30, ഇത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ പണിയുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ നോക്കിക്കേ, ഇത് 45 ആണ് അല്ലേ, അല്ല അല്ലെങ്കിൽ ഇത് 30. ഇത് 30 ആണെങ്കിൽ അത് ഏത് ആംഗിളാ? ആംഗിൾ ACB. അത് എഴുതാൻ പഠിക്കണം. ആംഗിൾ ACB ഈക്വൽ ടു എത്ര ഡിഗ്രിയാ? 30. ഇപ്പൊ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, മീൻസ് കുഴപ്പമില്ല എങ്കിൽ ഒന്ന് ഫ്രണ്ട്സിലോട്ടൊന്ന് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ പബ്ലിക് എക്സാമിനൊക്കെ അടിപൊളി ട്രിക്കുകൾ പഠിപ്പിക്കും കേട്ടോ. എളുപ്പം ആൻസർ ചെയ്യാനുള്ള വഴികൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് ആൻസർ ചെയ്ത് പോവുകയും നിങ്ങൾക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വരും. നമ്മൾ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്ത് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആംഗിൾ ACB 30, ACB ഇത് 30. അങ്ങനെയാണെങ്കിൽ എയിൽ തന്നെ തുടങ്ങി ബിയിൽ എൻഡ് ആവുന്ന മറ്റൊരു ആംഗിളുണ്ട്. നോക്കിക്കേ, ACB നോക്കിക്കോണേ, ADB കണ്ടോ? ആംഗിൾ ADB കണ്ടോ? ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഫസ്റ്റും ലാസ്റ്റും എയും ബി. ഇവിടുത്തെ ഫസ്റ്റും ലാസ്റ്റും എയും ബി. നടുക്കത്തെ DA മാറുള്ളൂ. അപ്പോൾ ACB നമുക്ക് 30 ആണെങ്കിൽ ADBയും എത്ര ആയിരിക്കും മോനെ? 30. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും 30 എഴുതാം. എന്താണ് റീസൺ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾസുകൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് 30 കിട്ടിയപ്പോൾ ഇത് നേരത്തെ 50 ഉണ്ട്. ഈ 50 30 നമുക്ക് ഈ ഫുൾ ആംഗിൾ ആയി മോനെ. Therefore ആംഗിൾ D നമുക്ക് എഴുതാൻ പറ്റി 50 പ്ലസ് 30 സമം എത്രയാണ്? 80. ഓക്കെ, ഇത് ഫുൾ ആണെങ്കിൽ ഇത് ഫുൾ കിട്ടും.
അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഇങ്ങനെ 4 ഫിഗർ ആണെങ്കിൽ 4 സൈഡുള്ള ഫിഗറുകൾ ഇത് ഫുള്ള് കിട്ടിയാൽ ഇത് ഫുള്ള് കിട്ടും. ഇത് നമ്മൾ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇത് എത്ര ആണോ അതിനെ 180 നിന്നും കുറച്ചാൽ ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഫുള്ള് ഇപ്പൊ 80 അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ള് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 180 മൈനസ് 80 100 എന്ന് കിട്ടും കേട്ടോ ഫുള്ള്. ഓക്കെ ഒന്ന് ഞാൻ നോക്കണേ. therefore ആംഗിൾ ബി എഴുതുക. ആംഗിൾ ബി ഓപ്പോസിറ്റ് ആംഗിൾ കേട്ടോ. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 180 മൈനസ് 80 ഈക്വൽ ടു 100. ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ട് ആംഗിൾ ഡി കിട്ടി എത്രയായിരുന്നു 80, ആംഗിൾ ബി കിട്ടി 100. ഇനി നമുക്ക് ആംഗിൾ സിയും ആംഗിൾ എയും കൂടെ വേണം. ഇനി നമുക്ക് അത് കിട്ടാനുള്ള വഴികൾ ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എത്രയാണെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. നോക്കി ഇവിടെ എന്തെങ്കിലും കിട്ടാനുള്ള വഴിയുണ്ടോ നോക്കണേ. പല വഴിയുണ്ട്. ഞാൻ ഒരു വഴിയെന്ന് പറയാം. ഇതിപ്പോ നമുക്ക് ടോട്ടൽ ആംഗിൾ ബി എത്ര കിട്ടുക? ടോട്ടൽ എത്ര ആംഗിൾ ബി? ടോട്ടൽ ആംഗിൾ ബി എത്ര? 100 ആണ് അല്ലെ? ഇത് ടോട്ടൽ 100. ഇത് 100 ഇവിടെ 45 പോയി. ബാക്കി അപ്പോൾ ഇത്ര എത്ര എന്നൊരാണ് ചോദിച്ചാൽ 55. ശരിയല്ലയോ? ഇത് എത്രയാണ്? 55. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ എ ബി ഡി ഈക്വൽ ടു എ ബി ഡി ഇത്രയും മാത്രമാണ് കേട്ടോ ഈ ആംഗിൾ. അപ്പൊ അത് എത്ര? 55 കിട്ടുന്നത്. ടോട്ടൽ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 100. ഈ 100 നിന്നും 45 പോയാൽ നമുക്ക് എത്ര കിട്ടും? 55. ഇത് 55 എന്ന് പറയാം. എ ബി ഡി 55 ആണെങ്കിൽ എയിൽ തന്നെ തുടങ്ങി ഡിയിൽ എൻഡ് ആകുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട്. നോക്കിയേ എ ബി ഡി പിന്നെ ആരാ? എ സി ഡി ഉണ്ടോ? ആംഗിൾ എ സി ഡിയും എത്ര തന്നെയാണ്? 55. സെയിം റീസൺ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അപ്പൊ നോക്കുമ്പോൾ ഇത്രയും എത്ര എന്ന് വെച്ചാൽ 55. അതൊരു വഴി. വേറെ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 55 കിട്ടി. കാരണം ഇത് ടോട്ടൽ 100, ഇവിടെ 45 പോയി, ബാക്കി ഇവിടെ 55 ആണ്. ഇത് 55 ആണെങ്കിൽ ഇത് എത്ര തന്നെയാണ്? 55. ഇപ്പൊ നോക്കിയേ ആംഗിൾ സി നമുക്ക് ഫുള്ള് കിട്ടി. ആംഗിൾ സി നമുക്ക് ഇപ്പൊ ഫുൾ എഴുതാം. ഓൾറെഡി ഇത്രയും 30 ഉണ്ടായിരുന്നു. ഇപ്പൊ 55 കിട്ടി. രണ്ടോട് ചെയ്യുമ്പോൾ 30 പ്ലസ് 55 ആൻസർ ഈസ് 85 ആണല്ലോ. ആംഗിൾ സി നമുക്ക് ഫുള്ള് കിട്ടിയാൽ ആംഗിൾ എ നമുക്ക് ഫുള്ള് കിട്ടും. therefore ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 85 ഈക്വൽ ടു 95. അത്രേ ഉള്ളൂ. ഓക്കെ 180 നിന്ന് 85 പോയി കഴിഞ്ഞാൽ ആരെ കിട്ടും? 95. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഫുൾ കിട്ടിയ ആംഗിൾ എ കിട്ടിയത് 95. ഇത് എത്രയായിരുന്നു? 85 ഫുൾ. അപ്പൊ ഇങ്ങനെ പല വഴികൾ ഇതിന് കിടപ്പുണ്ട്. വേറെ വഴിയുണ്ട് കേട്ടോ. ഇതപ്പോ എനിക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് പഠിക്കണം. ഇനി നമ്മുടെ എക്സാമിന് ഇങ്ങനെ ക്ലാസ്സുകൾ വരും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.